ഹൃദയഭാഷണങ്ങൾ അടുപ്പത്തിൻ്റെ താക്കോലാകുന്നു. ജീവിതത്തെ അടുത്തുനിന്നും ഒരു പ്രാർത്ഥനാ ദൂരത്തിൽ അകലെ നിന്നും കാണാൻ ശ്രമിക്കുന്ന ഒരാളുടെ ആർജവമുള്ള ശക്തമായ വാക്കുകൾ, അതാണ് അന്യോന്യം. ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം പരിചയപ്പെടുന്നത് സിസ്റ്റർ ശോഭ CS എഴുതിയ അന്യോന്യം എന്ന പുസ്തകമാണ്. 23 അധ്യായങ്ങളിലൂടെ സൗഹൃദത്തെക്കുറിച്ചും ഒരാൾ മറ്റൊരാളോട് എപ്രകാരം സൗഹൃദത്തിലായിരിക്കണം, അവൻ്റെ സഹവാസവും അവൻ്റെ സൗഹൃദ സംഭാഷണങ്ങളുമൊക്കെ എപ്രകാരമായിരിക്കണമെന്ന് വളരെ വ്യക്തമാക്കുകയാണ് അന്യോന്യം എന്ന പുസ്തകത്തിലൂടെ. അതിജീവനം, ഒറ്റയടിപ്പാത, അനുയാത്ര എന്നീ പുസ്തകങ്ങളുടെ തുടർച്ചയാണ് അന്യോന്യം എന്ന ഈ പുസ്തകം. ഏതൊരു വായനക്കാരനും മികച്ച രീതിയിൽ ഓർത്തെടുക്കാവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സംഭാഷണങ്ങളിലും നമ്മുടെ സഹവാസങ്ങളിലുമൊക്കെ കൂടുതൽ ബോധ്യങ്ങൾ കൊണ്ടുവരാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് അന്യോന്യം. എല്ലാവരിലുമുണ്ട് പുറത്തേക്കൊഴുകാൻ കാത്ത് എന്തൊക്കെയോ നന്മയുടെ ഉറവകൾ. എല്ലാവരിലും നന്മകളുണ്ട് എന്ന അക്ഷരങ്ങളിലൂടെയാണ് അന്യോന്യം എന്ന പുസ്തകം ആരംഭിക്കുന്നത്. എവിടെയൊക്കെയോ മനുഷ്യരിങ്ങനെ ഉപാധികളില്ലാതെ നന്മ ചെയ്യുന്നുവോ അവിടെയൊക്കെ അത് ചുറ്റിനുമുള്ളവരിലെ നന്മയുടെ ഉറവകളെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. എവിടെയൊക്കെ നന്മകൾ മറ്റുള്ളവരിലേക്ക് നാം കൊടുക്കാൻ തയ്യാറാകുന്നുവോ അവിടെയൊക്കെ അത് സ്വീകരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ നിന്ന് നന്മകളായി വീണ്ടും അത് പുറത്തേക്ക് തന്നെ വിടുകയാണ്. അതുകൊണ്ട് നന്മകൾ ചെയ്തു തുടങ്ങാം, സുഹൃതങ്ങളിലൂടെ സഞ്ചരിക്കാമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഉറവകൾ എന്ന അധ്യായത്തിലൂടെ സിസ്റ്റർ ശോഭ CS നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു നന്മ സ്വീകരിക്കുമ്പോൾ പകരമൊരു നന്മ നൽകുക എന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു പ്രവണതയാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ നന്മയുടെ അപാര സാധ്യതകളെക്കുറിച്ച് ക്രിസ്തുവിനോളം മനസ്സിലാക്കിയിട്ടുള്ളവർ വേറെയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരിലെ നന്മ പുറത്തു കൊണ്ടുവരുവാൻ ക്രിസ്തുവിനോളം മറ്റാർക്ക് കഴിഞ്ഞിട്ടുമില്ല. സുവിശേഷത്തിൽ തന്നെ അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരുവൻ്റെ ജീവിതത്തിൽ നന്മ സ്വീകരിക്കുമ്പോൾ പകരമൊരു നന്മ കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാകുകയാണ്. തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ഏറ്റവും വ്യക്തമായ തെളിവായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഈ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയാണ് നന്മകൾ അല്ലെങ്കിൽ സുഹൃതങ്ങൾ, ഉറവകൾ എന്ന പേരിൽ എഴുത്തുകാരി വിളിക്കുന്നത്. അതിന് നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ ചരിത്രത്തിലുമൊക്കെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. മദർ തെരേസ, ആ അമ്മയുടെ ജീവിതം എത്രയോ മനുഷ്യരുടെ ഉള്ളിലെ കനിവിൻ്റെ ഉറവകളെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അവളുടെ കഥകളും ചരിത്രവും വിശുദ്ധിയും സുഹൃതങ്ങളുമൊക്കെ നമുക്കറിയാവുന്നതാണ്. എത്രയോ മനുഷ്യരുടെ നന്മകളുടെ ഉറവകളെയാണ് മദർ തെരേസ പുറത്തു കൊണ്ടുവന്നത്. ഇന്നും ആ നന്മകൾ ഉറവകളായി, കൂടുതൽ ഫലങ്ങളായി, സുഹൃതങ്ങളായൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു നന്മ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും അവളുടെ ജീവിതത്തിൽ നിന്നും നന്മകൾ ഒഴുകുന്നുണ്ട്. എല്ലാവരും എല്ലാവരുടെയും കാര്യത്തിൽ ശ്രദ്ധയുള്ള നന്മ നിറഞ്ഞ ഒരു ലോകം, സ്വർഗമെന്നൊക്കെ പേരിട്ട് വിളിക്കാവുന്ന അങ്ങനെയൊരു ലോകമാണ് എല്ലാവരുടെയും സ്വപ്നം. തീർച്ചയായിട്ടും വിശുദ്ധി, സുഹൃതം അതൊക്കെ ഈ നന്മ നിറഞ്ഞ ലോകത്തിലാണ് വേരോടുന്നത്. അത്രയുമില്ലെങ്കിലും അങ്ങനെയൊരു വീടെങ്കിലും സ്വപ്നം കാണാത്തവരില്ലല്ലോ. എന്നിട്ടും 4 or 5 പേർ മാത്രമടങ്ങുന്ന ആ ചെറിയ ലോകത്ത് പോലും കാര്യങ്ങൾ ശുഭകരമല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും 4 or 5 പേരടങ്ങുന്ന ഈ കൊച്ചു ജീവിതങ്ങളുടെ കുടുംബമെന്നൊക്കെ നാം പേരിട്ട് വിളിക്കുന്ന ഈ കൊച്ചു ജീവിതങ്ങൾക്കിടയിൽ പോലും സ്വർഗം പണിയാൻ, ഭവനമാകുന്ന സ്വർഗം പണിയാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഉറവകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. നന്മകളും സുഹൃതങ്ങളും വറ്റിപ്പോകുന്നത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ നന്മകൾ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. എഴുത്തുകാരി പറഞ്ഞു വയ്ക്കുകയാണ്, നീ നന്മ കൊടുക്കുക, അവനും
തിരിച്ച് നന്മ തരും. ഖലീൽ ജിബ്രാൻ്റെ മനോഹരമായ ഒരു വരി ഉദ്ധരിച്ചുകൊണ്ടാണ് എഴുത്തുകാരി തൻ്റെ രണ്ടാമത്തെ അധ്യായമായ അന്യോന്യം എന്ന അധ്യായം തുടങ്ങുന്നത്. നല്ലതും മോശവുമായ എല്ലാ മരങ്ങളുടെയും വേരുകൾ ഭൂമിയുടെ നിശബ്ദ ഹൃദയത്തിൽ കെട്ടിപ്പുണർന്ന് കിടക്കുകയാണ്. പ്രവാചകനായ ഖലീൽ ജിബ്രാൻ ഇത് പറയുന്നത് മരങ്ങളെക്കുറിച്ച് മാത്രമല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും വ്യക്തമാണ്. ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യരെക്കുറിച്ചാണ്, നല്ലതും മോശവുമായ മനുഷ്യരെക്കുറിച്ച്. തനിച്ചൊരു നിലനിൽപ്പ് സാധ്യമല്ലാത്ത വിധം അത്രമേൽ അന്യോന്യം ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യനെ നിർവചിക്കാൻ ഇതിലും നല്ലൊരു രൂപകമുണ്ടോ എന്നാണ് എഴുത്തുകാരി ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. അന്യോന്യം എന്നാൽ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയാണ് നമ്മൾ. തീർച്ചയായിട്ടും ജീവിത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമൊക്കെ ഇടപഴകി ജീവിക്കുമ്പോൾ ഈ പരസ്പര ധാരണയും ബന്ധവുമൊക്കെ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ശക്തമായി ബാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ജീവിതവുമെന്ന് മനസ്സിലാക്കുന്നിടത്താണ് കൂടുതൽ ദൃഢതയോടെ സൗഹൃദത്തെയും കുടുംബ ബന്ധങ്ങളെയുമൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുന്നത്. അത് അന്യോന്യം രൂപപ്പെടുത്തിയെടുക്കേണ്ട മനോഹരമായ ഒരു കൃത്യമാണ്. ബൈബിളിൽ ഇതേ ആശയം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ പൗലോസാണ്. ഒരു ശരീരത്തിലെ അവയവങ്ങളെപ്പോലെ അന്യോന്യം കണക്കാക്കുക. ഈ ആശയമാണ് നമ്മുടെ ജീവിത ബന്ധങ്ങളുമായി ചേർന്നു പോകുന്ന ഒരു വചനം. ഒരവയവത്തിൻ്റെ അനുഭവം എല്ലാ അവയവത്തിൻ്റേതുമാകുന്നത് പോലുള്ള ഒരു ബന്ധം. നല്ല അയൽക്കാരെ പോലെ പരസ്പരം കരുതുക എന്നാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. അങ്ങനെയൊക്കെ ജീവിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം എന്ന് ചോദിക്കരുത്. അവർ ഒരിക്കലും വിജയികളുടെ കൂട്ടത്തിൽ കാണപ്പെട്ടു എന്ന് വരില്ല. തോറ്റും മുറിവേറ്റും അലഞ്ഞുമൊക്കെ അവർ കടന്നുപോയേക്കും. എങ്കിലെന്ത്, ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത വിധം കാലം അവരുടെ പേര് കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ടാകും. ജീവിതം ഒറ്റപ്പെട്ട് കിടക്കുമ്പോഴാണ് അന്യോന്യം സ്നേഹിക്കാനും അന്യോന്യം ബന്ധപ്പെട്ട് നിൽക്കാനും നമുക്ക് സാധിക്കാതെ വരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ നൽകിയ ഏറ്റവും വലിയ ഉപമയും അതിനോട് ചേർന്ന് പോകുന്നതാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ. അവൻ്റെ വചനങ്ങളും അവൻ്റെ ഭാഷ്യവുമെല്ലാം മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കുക എന്ന വലിയ ആശയത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതാണ്. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള വഴിയിൽ മാത്രമല്ല നമ്മുടെ അയൽക്കാർ വീണ് കിടക്കുന്നത്. നമ്മുടെ വീടിനകത്തുകൂടിയും ആ റോഡ് അദൃശ്യമായി കടന്നു പോകുന്നുണ്ട്. അവിടെ ആരെങ്കിലും വീണ് കിടപ്പുണ്ടെങ്കിൽ പുറത്താരും അത് അറിയുന്നില്ലെന്ന് അപകടം കൂടിയുണ്ട്. പലപ്പോഴും അവിടെ ഒരു സ്ത്രീ വീണ് കിടപ്പുണ്ടാകും, അമ്മയോ ഭാര്യയോ. ഈ വീട്ടിലെത്തുന്നതിന് മുമ്പ് നൃത്തവും സംഗീതവും കവിതയുമൊക്കെയായി പൂമ്പാറ്റയെ പോലെ പാറി നടന്ന ഒരാൾ. എത്ര മനോഹരമായൊരു ബിംബമാണ് സിസ്റ്റർ ശോഭ സീസൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള ആ വഴി കടന്നു പോകുന്നത് എൻ്റെ കുടുംബത്തിലൂടെയും കൂടിയാണ്. അദൃശ്യമായ ഒരു വഴി. തീർച്ചയായും അവിടെയും ആരാലും ഒറ്റപ്പെട്ട് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ചില ബന്ധങ്ങളെ വീണ്ടെടുക്കാൻ നമുക്കായാൽ അവിടെയാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമയ്ക്ക് കൂടുതൽ പൂർണ്ണത ലഭിക്കുക. ആ ഒരു അദൃശ്യമായ വഴി ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നിടത്താണ് അന്യോന്യം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്. ബന്ധങ്ങളുടെ ദൃഢതയും ബന്ധങ്ങളുടെ സൗന്ദര്യവുമൊക്കെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ആ അദൃശ്യമായ വഴി കണ്ടെത്തുന്നതിലൂടെയാണ്. അന്യോന്യമെന്ന ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് സെബാസ്റ്റ്യൻ എഴുതിയ കവിതയുടെ ചില വരികളിലൂടെയാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ നമുക്ക് അടുത്തു നിൽക്കാം. ഒരമ്മ പെറ്റ മക്കളെ പോലെ നമുക്ക് അടുത്തു നിൽക്കാം. ഒരമ്മ പെറ്റ മക്കളെ പോലെ എല്ലാവരെയും കണ്ടു തുടങ്ങുന്നിടത്താണ് സൗഹൃദവും ബന്ധവും നല്ല സമറായനുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്. ഓരോരുത്തരുമുണ്ട് ഉണരാൻ കാത്തു കിടക്കുന്ന ഒരു മാലാഖയും പിശാചും.
ആ മാലാഖയെ പുറത്തു കൊണ്ടുവരുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്ന മട്ടിൽ പെരുമാറുക. പ്രത്യേകിച്ച് ചെറിയവരെന്ന് നമ്മൾ കരുതുന്ന മനുഷ്യരോട് അല്പം ആദരവ് കാണിക്കാനുള്ള വിനയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന പരിവർത്തനം അവരിൽ സംഭവിച്ചേക്കും. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാവരും നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്ന് കരുതുന്ന നിമിഷം അതാണ് ധന്യമായ നിമിഷം. അതാണ് പരിവർത്തനങ്ങളുടെ പുതിയ തുടക്കം. തീർച്ചയായിട്ടും സാധിക്കാതെ പോകുന്ന ഒരു കാര്യം തന്നെയാണിത്. മറ്റുള്ളവരെക്കാൾ നാം ശ്രേഷ്ഠനാണ് എന്ന് വിധിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ ഒരു കാലഘട്ടത്തെ നോക്കി എഴുത്തുകാരി തുറന്നെഴുതുകയാണ്. ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എന്നേക്കാൾ ശ്രേഷ്ഠരാണ്. പരിവർത്തനം സംഭവിക്കണമെങ്കിൽ, അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും സാധ്യമാക്കേണ്ട കാര്യം. ഒരാൾ ക്രിസ്തുവിനോട് എത്രമാത്രം ചേർന്ന് നടക്കുന്നുണ്ട് എന്നറിയാൻ അയാൾ ഈ ചെറിയ മനുഷ്യരോട് എത്ര ആദരവോടെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ മതി. എത്ര മനോഹരമായ ഒരു വരിയാണിത്. ഒരാൾ ക്രിസ്തുവിനോട് എത്രമാത്രം ചേർന്ന് നടക്കുന്നുണ്ട് എന്നറിയാൻ അയാൾ ഈ ചെറിയ മനുഷ്യരോട് എത്ര ആദരവോടെ പെരുമാറുന്നുണ്ട് എന്ന് ഒന്ന് കണ്ടെത്തിയാൽ മതി. ക്രിസ്തുവിനോടുള്ള ഏറ്റവും വലിയ ഇഷ്ടവും അടുപ്പവുമൊക്കെ വെച്ചു പുലർത്തുന്നവർ തന്നെയാണ് നാമൊക്കെ. പക്ഷേ ആ ബന്ധത്തിന്, ആ ആത്മീയതയ്ക്ക് ആഴമുണ്ടാകണമെങ്കിൽ നമുക്ക് മുമ്പിലുള്ള ചെറിയ അജഗണമുണ്ട്. അവരെ നാം കണ്ടില്ലെന്ന് നടിക്കരുത്. അവരെ നാം ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കണമെന്നുള്ള ഒരു ഓർമ്മയാണ് എഴുത്തുകാരി നമുക്ക് മുമ്പിൽ വെച്ചു നീട്ടുന്നത്. ആ ആത്മാർത്ഥ സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ചെറിയവനെ പോലും ചേർത്ത് പിടിക്കുന്ന ആ ഒരു നല്ല സ്നേഹം നമ്മിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ ക്രിസ്തു നമ്മിൽ ജനിക്കുകയാണ്. അവനിലേക്കുള്ള ആത്മീയതയുടെ ആഴത്തിന് കൂടുതൽ മനോഹാരിത സംഭവിക്കുകയാണ്. ആത്മാർത്ഥമായി ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തോട് പുലർത്താവുന്ന അടിസ്ഥാന വികാരം എന്താണ്? അത് കൃതജ്ഞതയാണ്. നൽകിയവനിലേക്കുള്ള മിഴിയുയർത്തലാണത്. അവരാണ് ദൈവത്തിലേക്ക് തിരികെ എത്തുന്നവർ. ദൈവത്തെക്കുറിച്ചും അവനവനെക്കുറിച്ചും വ്യക്തമായ കാഴ്ച ലഭിച്ചവർക്ക് നന്ദിയുള്ളവരാകാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോഴെന്താണ് കൃതജ്ഞത? നന്ദി എന്താണ് എന്ന് എഴുത്തുകാരി പറഞ്ഞു വയ്ക്കുകയാണ്. അത് ക്രിസ്തുവിലേക്കുള്ള മിഴി ഉയർത്തലാണ്. ഒരു കാര്യം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, വിജയങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ, സൗഖ്യപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ എന്തുമാത്രം അല്ലെങ്കിൽ എത്ര വട്ടം അവനിലേക്ക് നമ്മൾ മിഴി ഉയർത്തുന്നുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ചു പുലർത്തുന്ന കൃതജ്ഞത. ബന്ധങ്ങൾക്കിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? അത് വിശ്വാസമാണ്. വിശ്വാസത്തെക്കുറിച്ചുള്ള ഈ അധ്യായം ഈശോയുടെ ജീവിതത്തിൽ നിന്നുമുള്ള അനുഭവങ്ങളുമായാണ് എഴുത്തുകാരി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തന്നിൽ വിശ്വാസമർപ്പിച്ചവർക്ക് വേണ്ടിയാണ് പല അത്ഭുതങ്ങളും അവിടുന്ന് ചെയ്യുന്നത്. കാനാൻകാരി സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തുന്ന സംഭവം ഓർമ്മിക്കുക. അവളുടെ കാര്യത്തിൽ തീരെ താല്പര്യമില്ലെന്ന മട്ടിലാണ് ആദ്യമൊക്കെ അവിടുന്ന് അവളോട് പ്രതികരിക്കുന്നത്. പക്ഷേ അവൾക്കറിയാം ക്രിസ്തുവിന് തന്നെ ഉപേക്ഷിക്കാനാവില്ലെന്ന്. ആ വിശ്വാസത്തിനു മുമ്പിൽ അവിടുന്ന് തോറ്റുകൊടുക്കുന്നു. അല്ലെങ്കിൽ അവിടുന്ന് ചെയ്ത ആദ്യത്തെ അത്ഭുതം അമ്മ തന്നിലർപ്പിച്ച വിശ്വാസത്തിനുള്ള മറുപടിയായിരുന്നത്. മനുഷ്യൻ എന്തുമാത്രം വിശ്വാസം ക്രിസ്തുവിലർപ്പിക്കുന്നോ അതിനനുസരിച്ചുള്ള ഉത്തരങ്ങളായിരിക്കും, അതിനനുസരിച്ചുള്ള ശക്തമായ ക്രിസ്തുവിൻ്റെ ഇടപെടലുകളായിരിക്കും അത്ഭുതം. അതുതന്നെയാണ് സുവിശേഷത്തിലുടനീളം നാം കണ്ടുമുട്ടുന്ന അത്ഭുതങ്ങളിലും സൗഖ്യപ്പെടുത്തലുകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരാൾ നമ്മളെ വിശ്വസിക്കുന്നുവെന്നത് തന്നെ എന്തൊരു ഊർജം കിട്ടുന്ന കാര്യമാണ്. ഒരാൾ നമ്മെ വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അന്യോന്യം വിശ്വാസത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?
കൂടെയുള്ളവരെ വിശ്വസിക്കുവാൻ ശ്രമിച്ചു നോക്കുക. അപ്പോൾ പുതിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എഴുത്തുകാരി പറഞ്ഞു വയ്ക്കുകയാണ്, അപരനെ വിശ്വസിക്കാൻ പഠിക്കുക. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ഇതിന് ഏറ്റവും ഉദാത്തമായ മാതൃക. ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ജീവിതത്തിൽ നാം കരുത്താർജിക്കേണ്ട ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ് മിതത്വം. എല്ലാ കാര്യത്തിലും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു അളവാണ് മിതത്വം. ഭൗതിക മേഖലയിലും ആത്മീയ മേഖലയിലും. ധമം എന്നാണ് അതിൻ്റെ ഭാരതീയ ഭാഷ്യം. ജീവിതത്തോടുള്ള ആരോഗ്യകരമായ ഒരു നിലപാട് എന്ന് വേണമെങ്കിൽ അതിനെ നിർവചിക്കാമെന്ന് തോന്നുന്നു. ഒന്നിനോടും അമിതമായ മമതയില്ലായ്മ. പലപ്പോഴും പല കാര്യങ്ങളോടുമുള്ള അമിതമായ ആഗ്രഹം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആത്മീയതയൊക്കെ തെല്ല് ഉലയ്ക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ക്രിസ്തുവിനോടുള്ള സ്നേഹം അമിതമാണോ? അവനോടുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അമിതമായി നിഴലിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ശരിയായി തന്നെ വരികയാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ ആത്മീയതയെക്കുറിച്ചൊക്കെ അല്പം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഓർമ്മയാണിത്. എവിടെയാണ് ആവശ്യത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും അതിർവരമ്പ്? അനുപാതികമില്ലാത്ത ആവശ്യങ്ങളാണ് ആഡംബരം എന്ന് നിർവചിക്കാമെന്ന് തോന്നുന്നു. ഒരു ഉദാഹരണത്തിന്, 5 രൂപ വിലമതിക്കുന്ന പേനയ്ക്കും 1 ലക്ഷം രൂപ വിലയുള്ള പേനയ്ക്കും എഴുതുകയെന്ന ഒരു ഉപയോഗമല്ലാതെ വേറെ എന്താണ് ഉള്ളത്? ഒരാൾക്ക് തന്നോട് തന്നെ ഒരു വിലയോ മതിപ്പോ തോന്നാത്തപ്പോഴാണ് താൻ ഉപയോഗിക്കുന്നവ കുറേ കൂടി വിലപിടിപ്പുള്ളതാകണമെന്ന് തോന്നിത്തുടങ്ങുന്നത്. ജീവിതത്തിൽ ചില മിതത്വം വെച്ചു പുലർത്തേണ്ടവരാണ് മനുഷ്യരെന്ന ഓർമ്മയുണ്ട് ഈ വരികളിൽ. അത് ഭൗതിക കാര്യങ്ങളായാലും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏത് മേഖലകളായാലും ഈ മിതത്വം സൂക്ഷിക്കുമ്പോഴാണ് ആത്മീയമായ ഒരു അനുഭവം ജീവിതത്തിൽ കൂടി വരുന്നത്. അത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കണമെങ്കിൽ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റു പല കാര്യങ്ങളിലും ഒരു മിതത്വം വേണം. ആ മിതത്വത്തിലാണ് ക്രിസ്തുവിനോടുള്ള വിശ്വാസവും അവനോടുള്ള ആഴപ്പെടലുമൊക്കെ ജീവിതത്തിൻ്റെ വലിയ ശക്തി കേന്ദ്രമായി മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതം എന്തുമാത്രം ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്? ദൈവ സാന്നിധ്യത്തിൽ, ദൈവ അവബോധത്തിൽ നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്? 1000 കാര്യങ്ങളിൽ വിഭജിക്കപ്പെട്ടു പോകുന്ന നമുക്ക് എപ്പോഴും ദൈവസ്മൃതിയിലായിരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദിവസത്തിൽ 3 മിനിറ്റിൽ കൂടുതൽ ദൈവത്തെ വിസ്മരിക്കുന്നില്ല എന്ന് പറയുന്ന കൊച്ചു ത്രേസ്യയെ പോലുള്ള വലിയ വിശുദ്ധരൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എങ്കിലും നമ്മുടെ അടിസ്ഥാന വിചാരമായി ദൈവമുണ്ടായിരിക്കുക എന്നത് ആർക്കും കഴിയാവുന്ന കാര്യമാണ്. അപ്പോഴുമുണ്ട് ഒരു ചെറിയ പ്രശ്നം. നമ്മിലെ ദൈവാവബോധത്തെ വളർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണോ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ക്രിസ്തു സാന്നിധ്യം ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളിലേക്കെല്ലാം ക്രിസ്തുവിൻ്റെ അവബോധം, ക്രിസ്തു സാന്നിധ്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുക എന്നുള്ളതാണ്. ഓരോരുത്തരും തങ്ങളുടെ ഈശ്വര അവബോധത്തെ കുറെ കൂടി സജീവമാക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് അതാണ്. സ്വന്തം ആത്മാവിലേക്ക് തിരിയുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണിത്. അങ്ങനെ അവനവനിലേക്കുള്ള ഒരു മടക്കയാത്ര ഈശ്വരനിലേക്കുള്ള തീർത്ഥയാത്രയായി മാറുകയാണ്. ഈ പുസ്തകത്തിൽ എന്നെ ആകർഷിച്ച ഏറ്റവും മനോഹരമായ ഒരു വരിയാണിത്. അവനവനിലേക്കുള്ള ഈ മടക്കയാത്രയാണ് ഈശ്വരനിലേക്കുള്ള തീർത്ഥയാത്രയായി മാറുന്നത്. സ്വന്തം അവബോധത്തിലേക്ക് നാം തിരിച്ചറിവിലേക്ക് വളരുമ്പോൾ അവിടെയാണ് ഈശ്വര അനുഭവത്തിൻ്റെ, ആത്മീയതയുടെ മറ്റൊരു തലത്തിലേക്ക് നാം ഉയരുന്നത്. ആ ഒരു ഉയർച്ച നമ്മുടെ
ബന്ധങ്ങൾക്കുണ്ടോ, നമ്മുടെ ജീവിതത്തിനുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് മടക്കയാത്ര എന്നുള്ള ഈ അധ്യായം നമുക്ക് മുമ്പിൽ വെച്ചു നീട്ടുന്നത്. ഈ ജീവിതയാത്രയിൽ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ നിഷ്കളങ്കത, നൈർമല്യം. അതിനെക്കുറിച്ചുള്ള എഴുത്തുകാരിയുടെ ഒരു കുറിപ്പുണ്ട്. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ആ വിശുദ്ധ ദിനങ്ങളെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. ഹൃദയത്തിൽ മാത്രമല്ല, കാലിൽ പോലും പൊടിയുണ്ടാകരുതെന്നായിരുന്നു അന്ന് കരുതിയിരുന്നത്. കുളി കഴിഞ്ഞ് പെരുവിരൽ മാത്രം നിലത്തൂന്നി വന്നാണ് ആ വെള്ളയുടുപ്പ് അണിഞ്ഞത്. ദൈവമേ, തിരികെ കിട്ടാനാവാത്ത വിധം ആ നിഷ്കളങ്കത എങ്ങോട്ടാണ് പോയി മറഞ്ഞത്? പരിശോധിച്ച് നോക്കേണ്ട വരികളാണ്. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഒരുക്കത്തെക്കുറിച്ചും ആ ദിവസങ്ങളിൽ നാം വെച്ചു പുലർത്തുന്ന നൈർമല്യത്തെക്കുറിച്ചുമൊക്കെ ധാരണയുള്ളവരാണ് നാം എല്ലാവരും. പക്ഷേ ഈ വിശ്വാസ ജീവിതത്തിൽ, ഈ പരിശീലന കളരിയിൽ നിന്ന് നമുക്കെപ്പോഴോ നഷ്ടപ്പെട്ടു പോയതും ഈ നിർമ്മലത തന്നെയാണ്, അല്ലെങ്കിൽ ഈ നിഷ്കളങ്കത തന്നെയാണ്. എവിടെ വച്ചാണ് അത് നഷ്ടപ്പെട്ടത് എന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. നഷ്ടപ്പെട്ടു പോയെടുത്തു നിന്ന് തുടങ്ങുക, ആ ജീവിതത്തെ വീണ്ടും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കുർബാന സ്വീകരണത്തിൻ്റെ ആത്മീയത എന്ന പേരിൽ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകം രചിച്ചിരിക്കുന്ന ആൾ എഴുതിയിരിക്കുന്ന മനോഹരമായ ചില വരികളുണ്ട്. ഓരോ കുർബാന അനുഭവങ്ങളും അല്ലെങ്കിൽ ഓരോ കുർബാന സ്വീകരണവും ആദ്യ കുർബാനയെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ ആ കൂദാശ നാം സ്വീകരിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ പുസ്തകത്തിലും. നമുക്ക് മുമ്പിൽ രണ്ട് ജീവിതങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന സാധാരണ ജീവിതവും നമുക്ക് ജീവിക്കാവുന്ന കുറേ കൂടി കുലീനമായ ഒരു ജീവിതവും. ഇതിൽ നമ്മൾ എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ജീവിക്കേണ്ട ജീവിതം ജീവിച്ചില്ലെങ്കിൽ മറ്റുള്ളവരിങ്ങനെ നിങ്ങൾക്കെതിരെ ഹൃദയജാലകം കൊട്ടിയടയ്ക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ നമ്മെ തള്ളിക്കളയുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കാരുമില്ല എന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, ജീവിതത്തിൽ ജീവിക്കേണ്ട ജീവിതമല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ജീവിതമുണ്ട്. ഒന്ന് നമ്മൾ ജീവിക്കുന്ന സാധാരണ ജീവിതവും മറ്റേത് നമുക്ക് ജീവിക്കാവുന്ന കുറേ കൂടി കുലീനമായ മറ്റൊരു ജീവിതവും. ഇതിൽ എവിടെയാണ് ഞാൻ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ക്ഷുഭിതരാകുന്ന സന്ദർഭങ്ങളിലും നമ്മുടെ ഗുണമേന്മ തെളിയുന്നുണ്ട് എന്ന് എഴുത്തുകാരി പറയുന്നുണ്ട്. പലപ്പോഴും വാക്കുകളാലാണ് ജീവിതം കൂടുതൽ അളന്നു കിട്ടുന്നത്. ഒരു മനുഷ്യനെ ആ മനുഷ്യനാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതവും അവൻ്റെ സന്ദർഭങ്ങളുമൊക്കെ കൂടുതൽ തെളിമയോടെ കാണിച്ചു തരുന്നത് അവൻ്റെ വാക്കുകളാണ്. നമ്മൾ ക്ഷുഭിതരാകുന്ന സന്ദർഭങ്ങളിലും നമ്മുടെ ഗുണമേന്മ എന്തെന്ന് തെളിയുന്നുണ്ട്. നമ്മുടെ കോപത്തെ ന്യായീകരിക്കാൻ ക്രിസ്തുവിൻ്റെ കോപത്തെ നമ്മൾ കൂട്ടുപിടിക്കും. ജെറുസലേം ദേവാലയത്തിൽ ചാട്ടവാറെടുക്കുന്ന ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടുന്ന് വരെ ചാട്ട കൊണ്ടടിച്ചു പുറത്താക്കിയെന്ന് വരെ പറയുന്നവരുണ്ട്. അവൻ അവരെ പുറത്താക്കിയെന്നല്ലാതെ ഏത് സുവിശേഷത്തിലാണ് ക്രിസ്തു അവരെ അടിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്? തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് വാക്കുകളെക്കുറിച്ചാണ്, ക്ഷോഭങ്ങളെക്കുറിച്ചാണ്. എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ബന്ധങ്ങൾ അറ്റുപോകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ വാക്കുകളിൽ നിന്ന്. വാക്കുകൾ കൊണ്ട് മുറിവേറ്റവരും ഒറ്റപ്പെട്ടു പോയവരും പിന്തിരിഞ്ഞു നടന്നവരും കൂടുതലാണ് എന്ന് തിരിച്ചറിയുക. മറ്റുള്ളവരോട് വിയോജിക്കാൻ വേണ്ടി വരുന്ന അവസരമാണ് മറ്റൊന്ന്. പലപ്പോഴും നമ്മുടെ നിയന്ത്രണം പോലും അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് അത് തർക്കത്തിലേക്കും വഴക്കിലേക്കുമൊക്കെ വഴുതി വീഴുന്നത്. എൻ്റെ അഭിപ്രായം ശരിയാണെന്ന് കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഞാൻ മാത്രമാണ് ശരിയെന്ന് ശഠിക്കുമ്പോഴാണ് പ്രശ്നം. അവിടെയാണ് അന്യോന്യം സ്നേഹിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നത്, അന്യോന്യം വളർത്താൻ നമുക്ക് പറ്റാതെ പോകുന്നത്. അന്യോന്യം എന്ന ഈ പുസ്തകം അവസാനിക്കുന്നത് ക്രിസ്തുവുമായുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി ഒരാൾ തൻ്റെ ജീവിതം എപ്രകാരമാണ് മാറ്റിവെക്കുന്നത്? ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണ് ഞാൻ കൊടുക്കുന്നത്?
ആ സ്ഥാനം തന്നെയാണ് ഞാൻ എൻ്റെ സുഹൃത്തിനും എൻ്റെ ബന്ധങ്ങൾക്കുമൊക്കെ കൽപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവുമായുള്ള അഗാധമായ ബന്ധം ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ ബന്ധത്തിൻ്റെ ആഴത്തിലാണ് നമ്മുടെ ജീവിത ദർശനങ്ങളെ കൂടുതൽ വിശുദ്ധമാക്കാൻ നമുക്ക് പറ്റുന്നത്. ആ ബന്ധങ്ങളിലൊക്കെ ക്രിസ്തീയ ദർശനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശോഭാ CSN ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: കാടിന് തീ പിടിക്കുമ്പോഴുയരുന്ന ഒരു കരിയില കിളിയുടെ മൃദുലമായ കരച്ചിൽ പോലെ ഈ ദുർബലമായ വരികൾ കൊണ്ട് ഒരത്ഭുതവും ഇവിടെ സംഭവിക്കുക ഇല്ലെന്നറിയാം. എന്നാലും ഈ കുട്ടിയുടെ വിശ്വാസമാണെൻ്റെ പ്രത്യാശ. ആരുടെയാണ്? നിർമ്മലമായ മനസാക്ഷിയോടുകൂടി ആദ്യ കുർബാന അർപ്പണ ദിവസം ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഓർമ്മയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാനൊരുങ്ങുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ നൈർമല്യത്തോടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. ഈ കുട്ടിയുടെ വിശ്വാസമാണ് എൻ്റെ പ്രത്യാശ. കടൽ തീരത്തോടുകൂടി നടക്കുകയാണോ കുട്ടി? ഓരോ തിരമാലയും തീരത്തേക്ക് അടിച്ചു കയറ്റുന്ന ചെറു ജീവികളെ അവൻ അരുമയോടെ എടുത്ത് കടലിലേക്ക് തന്നെ വിട്ടു. കണ്ടുനിന്നവർ പരിഹസിച്ചു. ലക്ഷക്കണക്കിന് ചെറുജീവികൾ ഇങ്ങനെ തീരത്ത് അടിയുന്നുണ്ട്. അവയിൽ ഏതാനും ചില ജീവികളെ ഇങ്ങനെ തിരികെ കടലിലേക്ക് വിട്ടതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? അവൻ പറഞ്ഞു, വലിയ പ്രയോജനമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ജീവൻ തിരികെ കിട്ടുന്ന ആ ചെറുജീവികൾക്ക് അത് വലിയ കാര്യം തന്നെയാണ്. ജീവൻ തിരികെ കിട്ടുന്ന ആ ചെറുജീവികൾക്ക് അത് വലിയ കാര്യം തന്നെയാണ്. ഈ വരികൾ ജീവിതത്തിൽ കൂടുതൽ അർത്ഥമുള്ളതായി മാറുന്നത് ആരെയെങ്കിലുമൊക്കെ സ്നേഹിക്കുമ്പോഴാണ്, അന്യോന്യം മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമാണ് ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത്, അന്യോന്യം സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നത്. അപ്പോഴാണ് ക്രിസ്തുവചനം പൂർത്തിയാവുന്നത്: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ.